ഓക്കെ ഗൈസ്, ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന വണ്ടി ടാറ്റയുടെ KSRTC ആണ് കേട്ടോ. ഈ വണ്ടിയുടെ കുറിച്ച് കുറേ പേർക്ക് അറിയായിരിക്കും. ഈ വണ്ടി 200 കിലോമീറ്റർ സ്പീഡിൻ്റെ മേലെ പോവും. ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഈ വണ്ടിയാണ് കൊണ്ടുവന്നത്. ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സ്പീഡാണ്. സ്പീഡ് മാത്രമല്ല, ഈ വണ്ടിക്ക് നല്ല കൺട്രോളുണ്ട്. നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോവാണ്, ഒരു 200 കിലോമീറ്റർ സ്പീഡിൽ പോവുക. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഈ വണ്ടി അപ്പം തന്നെ നിൽക്കും, അല്ലാണ്ട് സ്കിഡായി പോകുന്നില്ല. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആൾക്കാരെ പിക്ക് ചെയ്യാം, എന്നിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് പോവാം. ഞാൻ പിന്നെ ഗൂഗിൾ മാപ്സിൽ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോണേ. വണ്ടി പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല ഏട്ടാ, വണ്ടിമേ നിറച്ച് ചളിയാ. പോണ വഴിയിൽ വണ്ടി വാഷ് ചെയ്യണ സ്ഥലം ഉണ്ടെങ്കിൽ പോയിട്ട് വണ്ടി കഴുകാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആൾക്കാർ വണ്ടിയിൽ കയറിയേക്കാണ്. നമുക്കിനി ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഞാൻ പിന്നെ ഇന്ന് മാനുവൽ വണ്ടിയാണ് ഓടിക്കണേ. ഞാൻ ഇത്രയും ദിവസം ഓട്ടോമാറ്റിക്കലായിരുന്നു ഓടിക്കേണ്ടായിരുന്നത്. ഇന്ന് ജസ്റ്റ് ഫോർ ചേഞ്ചിന് നമുക്ക് മാനുവൽ ഓടിക്കാം. എനിക്ക് പിന്നെ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കൂടി നോക്കണം കേട്ടോ. ഫസ്റ്റ് ഗിയറിൽ എത്ര സ്പീഡിൽ പോവും, സെക്കൻഡിൽ എത്ര പോവും, അതും കൂടി എനിക്ക് നോക്കണം. ഇന്ന് പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് തിരക്കൊന്നും കാണാനില്ല. ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കി നോക്കാം. ഈ ഗെയിമിൽ പിന്നെ ഗിയർ മാറ്റാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഞാനിപ്പോൾ തേർഡിലേക്ക് ഇടാണെങ്കിൽ അത് ഫിഫ്ത്തിലേക്ക് പോവുക. അതെന്താണാവോ? ഇപ്പോൾ ഫോർത്തിലേക്ക് ഇടാണെങ്കിൽ സിക്സ്ത്തിലേക്ക് പോവും, അല്ലെങ്കിൽ അത് ന്യൂട്രലിൽ കിടക്കും. ഓക്കെ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡ് ഉണ്ട് കേട്ടോ. ഇത് അത്ര സ്ട്രെയിറ്റ് റോഡൊന്നുമില്ല, ചെറിയ ചെറിയ വളവൊക്കെ ഉണ്ട്. ഇത് പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ 57 വരെ പോവും, സെക്കൻഡ് ഗിയറിൽ 100 കടക്കുമോ? 100 കടന്നില്ല, 96 വരെ പോണേ. ഇനിയിപ്പോൾ തേർഡ് ഇട്ട് കഴിഞ്ഞാൽ എത്രയല്ല പോവുക? 131, അത്ര സ്പീഡിൽ പോവും. ഇനി ഫോർത്തിലിട്ട് കഴിഞ്ഞാൽ 160 തോന്നുന്നുണ്ട്. 160 വരെ പോവും. ഫിഫ്ത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിൽ പോവും. എനിക്ക് തോന്നണത് ഫിഫ്ത്തിൽ 200 ടച്ച് ചെയ്യുന്ന. നമുക്ക് നോക്കി നോക്കാം. ഈ റോട്ടിൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല, അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഫിഫ്ത്ത് ഗിയറിൽ 190 കടന്നുട്ടാ. ഇനി 200 വരെ എത്തുമോ? 200 വരെ എത്തില്ലെന്ന് തോന്നണേ. ഇവിടെ പിന്നെ ഇടയ്ക്ക് വളവൊക്കെ വരുന്നുണ്ട്. വളവെത്തുമ്പോൾ സ്പീഡ് കുറയും. ഇവിടെ ഇപ്പോൾ വലിയ വളവ് കൂടി വന്നു, 6th ഗിയർ ഇടാൻ പറ്റിയില്ല. നമുക്ക് പതുക്കെ നോക്കി നോക്കാം, അപ്പോൾ സീനില്ല. ഇത് പിന്നെ ചെറിയ വഴിയാണ് കേട്ടോ, സ്പീഡിൽ പോണത് ഇച്ചിരി സീനാണ്. അത് കുഴപ്പമില്ല, നമുക്ക് സ്പീഡ് നോക്കി നോക്കാം. 6th ഗിയറിൽ എത്ര പോകുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോഴേ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ 4th ഗിയറിൽ ഇട്ടേക്കാണ്. 4th ഗിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 161 പോണേ. ഇവിടെ പിന്നെ ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട്, അതുകൊണ്ട് വണ്ടി ഓവർടേക്ക് ചെയ്യാനും കുറച്ച് പാടാണ്. ഇതിപ്പോൾ 1 വേ തോന്നുന്നുണ്ട്. ഇത് 1 വേയാ. നമുക്കപ്പോൾ സ്പീഡിൽ പോവാം. ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ 5th ഗിയറിലാണ് ഓടിക്കണേ. ഇനി നമുക്ക് 6th-ലിടാം. ഇനി വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം. ഇവിടെ കുറച്ച് റാഷായിട്ടാണ് വണ്ടി ഓടിക്കണേ. ഇങ്ങനെ ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കാലി റോഡ്, വണ്ടികളില്ല, ഓടിക്കാൻ നല്ല രസമാണ്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അപ്പോൾ 235. ഞാൻ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് 230 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. മാനുവലിൽ അത് 235 വരെ എത്തി. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അയ്യോ, ഇപ്പം എന്താണ്ടായേ? എൻ്റെ ഗിയർ ഇവിടെ സ്റ്റക്കായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ ഗിയർ മാറ്റാനായിട്ട് ഇച്ചിരി പാടാ. ഞാൻ 5th-ന്ന് 4th-ലേക്ക് ഇടാനാണ് നോക്കിയത്, പക്ഷെ ഇത് നേരെ റിവേഴ്സിലേക്ക് പോയി. ഇതിപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ എത്തിയത്? ഇതെന്തോ പാർക്കാൻ തോന്നുന്നുണ്ട്. സൈഡിൽ ഗാർഡനൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് പിന്നെ നല്ല തണലുണ്ട്. അയ്യോ, ഞാൻ റോങ് സൈഡ് കയറിയല്ലോ. ആ സീനില്ലേ, നമുക്ക് ഡിവൈഡറിൽ കൂടെ ചാടി കയറ്റാം. നമ്മുടെ KSRTC-ൽ നല്ല ഷോക്കപ്പൊക്കെ ഉണ്ട്. ഡിവൈഡറൊക്കെ ഈസി ആയിട്ട് ചാടി കിടക്കാൻ പറ്റും.
നമ്മുടെ സ്ഥലം എത്താറായില്ലേ? എത്താറായിട്ടില്ലെന്ന് തോന്നണേ. ഇനിയും കുറേ പോവാണ്ട്. ഇവിടെ പിന്നെ കുറേ വളവും തിരിവൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ അധികം സ്പീഡിൽ പോകാനും പറ്റില്ല. ഇതിപ്പോൾ എന്താ ഉണ്ടായേ? ഇവിടെ സിഗ്നൽ വന്നു. ആ മുമ്പിൽ ആ ട്രക്കാരൻ നിർത്തിയേക്കാ, അല്ലെങ്കിൽ എനിക്ക് പോവായിരുന്നു. ഓക്കെ, ഗ്രീൻ സിഗ്നൽ ആയിട്ടാ. എടാ അടുത്തോണ്ട് പോടാ. ഇവന്മാർ എന്നിട്ട് നോക്കി നിൽക്കണേ. അടുത്ത വീഡിയോ അല്ലേ ഞാൻ ആലോചിക്കണത് ടൂറിസ്റ്റ് ബസ് കൊണ്ടുവന്നാലോ എന്ന്. അല്ലെങ്കിൽ വേണ്ട, ബസ് വേണ്ട, വേറെ ഏതെങ്കിലും വണ്ടികൾ കൊണ്ടുവരാം. ഇതിൽ ബസ് മാത്രമല്ല, നമുക്ക് ട്രക്ക്, കാറ്, ബൈക്ക് അതൊക്കെ ഓടിക്കാൻ പറ്റും. ഞാനൊരു വെറൈറ്റി വണ്ടി കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ പോവാണ് കേട്ടാ. നല്ലൊരു ഹൈവേ അല്ലേ, അതുകൊണ്ട് സ്പീഡിൽ പോവാ. ജീവൻ വേണ്ടവർക്ക് മാറി നിന്നോ. ഞാൻ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഇടിച്ചിടും. ഇത് സർക്കാരിൻ്റെ വണ്ടിയാ, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതേ കണ്ടില്ലേ, മുമ്പിൽ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. അവർ ഭയങ്കര പതുക്കെ പോണേ. എനിക്ക് പക്ഷേ നിയമങ്ങളൊന്നും ബാധകമല്ല. എനിക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാൻ പറ്റും. അവർ പക്ഷേ സ്പീഡിൽ പോയാൽ ഫൈൻ കിട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഞാൻ സുഖമായിട്ട് 200-ൽ പോവാ. ഒരാളും ചോദിക്കാനും പറയാനും വരില്ല. മാറിക്കും അങ്ങോട്ട്. ഈ വഴി കൂടെ ഓടിക്കുമ്പോഴേ എനിക്ക് ഒരു കേരളം വൈബ് വരുന്നുണ്ട് കേട്ടാ. സൈഡിൽ പാടങ്ങളൊക്കെ ആയിട്ട് ഒരു കേരളം വൈബ്. ഈ റോഡാണെങ്കിലും അതെ, ഫുള്ള് പാച്ച് വർക്കാ. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോഴും ഓടിക്കണത് വൺ വേലാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോണേ. അല്ലെങ്കിൽ എന്നെ ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ടാവും. ആ ബെസ്റ്റ്. വണ്ടി അടിക്കണ കാര്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും പോയിട്ട് മരത്തും പിടിച്ചു. പറയണ്ടായിരുന്നു. വണ്ടിക്ക് പിന്നെ അധികം ഡാമേജ് ഒന്നുമില്ല. ഇപ്പോഴും 83% ഹെൽത്ത് ഉണ്ട്. ഇതിപ്പോൾ 50% താഴെ പോയ പ്രശ്നമാണ്. പിന്നെ വണ്ടി ചിലപ്പോൾ മര്യാദയ്ക്ക് സ്പീഡിലൊന്നും പോവില്ല. 50-ന് താഴെ പോവാണ്ട് നോക്കണം. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. നമ്മൾ പക്ഷേ വരുന്ന വഴിയിൽ വേറെ ഏതൊരു വണ്ടിയുമ്പോൾ പോയിട്ട് ഇടിച്ചു. ഇപ്പോൾ ഹെൽത്ത് 63% മാത്രമേ ഉള്ളൂ. ഹെൽത്ത് ഭയങ്കര കുറവാ. നമ്മൾ പക്ഷേ ആൾക്കാരെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്, അത് മതി. വണ്ടി ആകെ ചളിയായിട്ടാ, ഒന്ന് കഴുകേണ്ടി വരും. അല്ല, എവിടെ ഡാമേജ്? എനിക്ക് വണ്ടിയിൽ ഡാമേജ് ഒന്നും കാണാനില്ല. ചളിയുണ്ട്, അത് വേറെ കാര്യം. അല്ലാണ്ട് എനിക്ക് ഡാമേജ് ഒന്നും കാണാനില്ല. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.